ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള റവ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എത്ര റവ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതുപോലെ റവ ഉപ്പുമാവ് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും, അതായത് വൈകുന്നേരം വരെ നമ്മളിത് എടുത്ത് വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഈ ഒരു ഉപ്പുമാവ് പ്രത്യേകമായിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1-2 കാര്യങ്ങളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെ ഒരു പാന് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നെയ്യിലോ വെളിച്ചെണ്ണയിലോ തയ്യാറാക്കുമ്പോഴാണ് ഈ ഒരു റവ ഉപ്പുമാവ് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരണം കേട്ടോ. ആ ഒരു സമയത്തിന് ഉഴുന്ന് പരിപ്പ് നല്ലപോലെ മൂത്ത് കിട്ടും. അപ്പോൾ അതാ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് മുറിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതാട്ടോ 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് സവാള കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് അങ്ങ് മൂത്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും. ഇപ്പോൾ അത് സവാളയൊക്കെ കുറച്ച് വാടിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ല ചെറുതായി മുറിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു കഷ്ണം മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റിൻ്റെ കൂടെ ബീൻസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നീ വെജിറ്റബിൾ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് ഹെൽത്തി ആയിരിക്കും. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഏകദേശം 1 മിനിറ്റോളം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെക്കാം. അതായത് ഈ ഒരു ക്യാരറ്റ് ഒന്ന് കുക്കായിട്ട് കിട്ടണം. ഫുള്ളായിട്ട് കുക്കായി കിട്ടേണ്ട ആവശ്യമില്ല. പകുതിയോളം മാത്രം കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ അത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഒന്നും കൂടെ നല്ലപോലെ ഇളക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ 1 കപ്പോളം റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എത്രത്തോളം ഉപ്പുമാവ് വേണോ അതിനനുസരിച്ച് അളവുകളൊക്കെ കൂട്ടിയെടുക്കുക. റവ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. പാനൊക്കെ നല്ലപോലെ ചൂടായതാണ്. അപ്പോൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ റവ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഏകദേശം ഒരു 4 മിനിറ്റോളം ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇത് റോസ്റ്റഡ് റവയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒട്ടും വറുക്കാത്ത റവയാണെങ്കിൽ മിനിമം ഒരു 7 മിനിറ്റെങ്കിലും വറുത്തെടുക്കണം കേട്ടോ. നല്ലപോലെ ക്രിസ്പി ആയിട്ട് ആ ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ, വറുത്ത ഒരു സ്മെല്ല്. അപ്പോൾ അതുവരെ നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ റവയൊക്കെ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉപ്പുമാവൊക്കെ തയ്യാറാക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. 1 കപ്പ് റവക്ക് ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഉപ്പുമാവ് കുറച്ച് കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കുറക്കാം. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക കേട്ടോ. നമ്മൾ നേരത്തെ സവാള വഴറ്റിയെടുത്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. ഞാനൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഈ ഒരു റവ നല്ല പോലെ ഒന്ന് കുക്കായിട്ട് കിട്ടും. ഇതുപോലെ ഉപ്പുമാവ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഏകദേശം 4 മിനിറ്റോളം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ റവയൊക്കെ ഇപ്പോൾ നല്ല പോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഡ്രൈ ആയിട്ട് കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കുഴഞ്ഞിട്ടുള്ളൊരു രീതിയിലാണ് ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. ഇതേപോലെ തവി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കണം.
ഇനി ഇതിലേക്ക് കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം അര കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ പാൽ ഒഴിച്ചിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ സാധാരണ റവ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ അധികം ആരും പാലൊന്നും ഒഴിക്കാറില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ അര കപ്പ് പാലെടുത്തത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാല് ചേർത്തിട്ട് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് കറക്റ്റ് പാകമായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒഴിവാക്കാവുന്നതുമാണ് കേട്ടോ. ഉപ്പുമാവിൻ്റെ അടിയിലൊക്കെ തേങ്ങ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ഉപ്പുമാവ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ പാല് ചേർത്തപ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തേങ്ങയൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു ഉപ്പുമാവ് കറക്റ്റ് പരുവത്തിലായി കിട്ടും. അപ്പോൾ അത് തേങ്ങ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു 1.5 ടീസ്പൂണോളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ റവ ഉപ്പുമാവൊക്കെ തയ്യാറാക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. 1-1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ മധുരമൊന്നും ഉണ്ടാവില്ല, എന്നാൽ ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും ചെയ്യും. കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും അത് ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് തന്നെ വേണമെന്നില്ല, വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സമയം വെച്ചാലും ഇത് ഡ്രൈ ആയി പോകില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമാവ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. എത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും റവ ഉപ്പുമാവ് ഇതേപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പാലൊക്കെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കിയതുകൊണ്ട് തന്നെ ടേസ്റ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടാവും. ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. പിന്നെ റവ ഉപ്പുമാവ് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കുകയുള്ളൂ, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.